വനിതകൾ പത്രപ്രവർത്തന രംഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ മടിച്ചിരുന്ന ഒരു കാലയളവിൽ സധൈര്യം ഈ രംഗത്തേക്ക് വരികയും മാധ്യമരംഗത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കുകയും ഒട്ടേറെ അനുഭവങ്ങൾ നേടുകയും ഒട്ടേറെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്ത മാതൃഭൂമിയുടെ മുതിർന്ന പത്രപ്രവർത്തക PS നിർമ്മലയാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. ആയിരത്തി 1980 പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ മലയാള പത്രങ്ങളിൽ വനിതാ പത്രപ്രവർത്തകർ വളരെ വളരെ വിരലിൽ എണ്ണാവുന്ന, എനിക്ക് തോന്നുന്നു 1 2 ഉള്ള ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് പത്രപ്രവർത്തനത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്, ഒരു സാഹചര്യം എന്താണ്? ഞാൻ JNUവിൽ സയൻസാണ് പഠിച്ചത്, ലൈഫ് സയൻസസ് ആയിരുന്നു. പക്ഷേ ശരിക്കും എനിക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടതായിട്ടുള്ളത് സാഹിത്യവും എഴുത്തും വായനയായിരുന്നു. അപ്പോൾ എഴുത്തും വായനയും നടത്താൻ പറ്റിയൊരു മേഖല എന്ന് പറയുന്നത് പത്രപ്രവർത്തനമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അല്ലാതെ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിലോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ യാദൃശ്ചികമായിട്ട് അപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നോട് പറയുന്നത്, ജനയുഗത്തിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ നിനക്ക് ജേർണലിസം വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ജനയുഗം പത്രത്തിൽ കുറച്ച് അങ്ങനെ 79ൽ ജനയുഗം പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് വന്നു. അന്ന് തെങ്ങവും ബാലകൃഷ്ണനാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ PTI UNI കോപ്പികൾ എഡിറ്റ് ചെയ്യാനും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ട്രാൻസ്ലേഷൻ മാക്സിമം പെർഫെക്റ്റ് ആക്കാനും പിന്നെ അതുപോലെ ചില ഫീച്ചറുകൾ എഴുതാനും അങ്ങനെയൊക്കെയുള്ള പരിശീലനം ആദ്യം കിട്ടിയത്. പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ബാലപാഠം അതെ എന്ന് വേണം. അതെ അതെ അത് ഈ മേഖലയിൽ കുറേ ഗുണം ചെയ്തു എന്നുള്ളതാണ്. അതെ, അതായിരുന്നു തുടക്കം. അപ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു വാർത്തകളുടെ ലോകത്താണ്. അവിടെ ഒരു മടുപ്പില്ല. എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഭാഷ, ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും രണ്ടും നന്നായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ലേഷനോ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് 80-ന് മുമ്പാണത്. 80-ന് മുമ്പാണ് ഞാൻ ജനകത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1980 എത്ര വർഷം? ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1980 നവംബറിലാണ് മാതൃഭൂമിയിൽ ചേരുന്നത്. അന്ന് മാതൃഭൂമി തിരുവനന്തപുരം എഡിഷൻ തുടങ്ങുന്ന സമയത്താണ്. 80 അവസാനം. അപ്പോൾ അന്ന് അവർ കുറച്ച് പുതിയ ആൾക്കാരെ എടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് ഞാനും ആപ്ലിക്കേഷൻ അയച്ചു. അപ്പോൾ ഒരു ചെറിയ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് T വേണുഗോപാലക്കുറുപ്പും P രാജൻ ഇവരൊക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത്. വേണുഗോപാലക്കുറുപ്പെന്ന് പിന്നെ പുള്ളി, അതെ വേണുക്കുറുപ്പ്, പുള്ളി അന്ന് പിന്നെ ന്യൂസ് എഡിറ്ററാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ എടുത്തു. അന്ന് ഈ ഇൻ്റർവ്യൂവിൽ മറ്റു വനിതകൾ ഇല്ല, അന്ന് വനിതകൾ ആരും ഉണ്ടായിരുന്നില്ല, പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4 പേരെ അന്ന് എടുത്തു. 4 പേരിൽ പക്ഷേ ഞാൻ മാത്രമേ ശരിക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്തുള്ളൂ. ബാക്കി 4 പേരും ഓരോ ഘട്ടത്തിൽ പിരിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ ആദ്യം മാതൃഭൂമി വീക്കിലാണ് ഞാൻ വർക്ക് ചെയ്തത്. മാതൃഭൂമിയിൽ ജോയിൻ ചെയ്ത സമയത്ത് മാതൃഭൂമിയിൽ മറ്റു വനിതകൾ ലൽക്കാർ, അന്ന് PB ലൽക്കാറാണ് ഗൃഹലക്ഷ്മിയുടെ ചുമതലയായിട്ട് അവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരാൾ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. പത്രത്തിലേക്ക് വന്ന ആദ്യം മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുന്നത് വീക്കിലിയിലാണ്. വീക്കിലി ജേർണലിസത്തിൻ്റെ പാഠങ്ങളാണ്. അപ്പോൾ ആദ്യം വീക്കിലി അത് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ജനയുഗം കഴിഞ്ഞിട്ട് നമ്മൾ വാർത്തയുടെ ഒരു ലോകത്തു നിന്ന് വേറൊരു ലോകത്തേക്കാണ്, സാഹിത്യത്തിൻ്റെ ഒരു ലോകത്തിലേക്കാണ് ആഴ്ചപ്പതിപ്പിൽ വന്നത്. അന്ന് അപ്പോൾ പിന്നെ NV കൃഷ്ണവാര്യരാണ് അന്ന് പിന്നെ എഡിറ്റർ. പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരും, അത്രയേ ഉള്ളൂ. കോഴിക്കോടായിരുന്നു സ്ഥിരം. അപ്പോൾ VR ഗോവിന്ദനുണിയായിരുന്നു ഞങ്ങളുടെ എന്താ ബോസ്, ഇമ്മീഡിയറ്റ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി പിന്നെ സണ്ണിക്കുട്ടി എബ്രഹാം ആയിരുന്നു വീക്കിലുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു വീക്കിലുണ്ടായിരുന്നത്. അപ്പോൾ വീക്കിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അന്ന് മാതൃഭൂമി വീക്കിൽ വളരെ എന്നുവെച്ചാൽ വായിക്കുന്ന എല്ലാവർക്കും വളരെ താല്പര്യം ഉണ്ടാക്കുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ നമ്പൂതിരി, AS നായർ ഇവരൊക്കെയാണ് എൻ്റെ നേരെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അവർ വരച്ചുകൊണ്ടിരിക്കും. അതുപോലെ കവിതകൾ പിന്നെ അതിൻ്റെ സെലക്ഷൻ. അതുപോലെ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു വലിയ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ നിരൂപണങ്ങളുടെ പ്രൂഫ് വായിക്കുകയായിരുന്നു. നമ്മൾ പ്രൂഫ് സെക്ഷനിലല്ല, പക്ഷേ എന്നാൽ പോലും ഇത് പ്രൂഫ് വായിക്കേണ്ടി വരും. അപ്പോൾ രാജകൃഷ്ണൻ, ആശാമേനോൻ ഇവരൊക്കെ എഴുതിയിട്ടുള്ള സങ്കീർണങ്ങളായിട്ടുള്ള മലയാളവും അത്തരം സാഹിത്യവും എല്ലാം വായിച്ച് നോക്കുക, അങ്ങനെ വായിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു ശരിക്കും. പിന്നെ കവിതകൾ തിരഞ്ഞെടുക്കാനുള്ള എന്നെ ഏൽപ്പിച്ചിരുന്നു കുറേ നാൾ.
എത്രാമത്തെ വയസ്സിലാണ് മാതൃഭൂമി ജോയിൻ ചെയ്യുന്നത്? 25 വയസ്സിലാണ്. അതെ. അത് ഈ പൊതുവേ ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് ആദ്യകാലത്ത് വരാൻ വനിതകൾ മടിച്ചത് രാത്രി ജോലിയൊക്കെയുള്ള ഒരു, അപ്പോൾ അതുകൊണ്ട് ആദ്യം വീക്കിലി ആയതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായി എന്നാണ്. ഞാൻ ചേരുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉദിച്ചില്ല. കാരണം വെച്ചാൽ ഞാൻ ആദ്യം വീക്കിൽ വന്നതുകൊണ്ട് എനിക്ക് നോർമൽ ടൈം ആയിരുന്നു, രാവിലെ വരിക വൈകുന്നേരം പോകാന്നുള്ളതായിരുന്നു. പക്ഷേ 1984 ഞാൻ ഡെയിലിയിലേക്ക് വരുന്നത്. മാതൃഭൂമി അന്ന് കോഴിക്കോടേക്ക് മാറി. ആ സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലിയിൽ വർക്ക് ചെയ്തപ്പോൾ വൈകുന്നേരം. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം അന്ന് ഒന്നാമത് ഞാൻ സിംഗിളായിരുന്നു. അങ്ങനെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഹോസ്റ്റലാണെങ്കിലും ഹോസ്റ്റൽ പെർമിഷനോടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ അധികമൊന്നുമില്ല, 10 മണി എന്നൊക്കെയുള്ള ഒരു നമുക്ക് മാനേജ് ചെയ്യാവുന്ന സമയം. അതെ അതെ അതെ. അതുകൊണ്ട് അതൊരു പ്രോബ്ലമായിട്ട് വന്നിട്ടില്ല. ഈ ഒരു കൃഷ്ണവാര്യരോടൊപ്പമുള്ള കൃഷ്ണവാര്യരെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും മൂപ്പര് ചില കാര്യമായിട്ടുള്ള ചില ഉപദേശങ്ങളൊക്കെ ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ഒന്ന് പിന്നെ അന്ന് ആ സമയത്ത് അദ്ദേഹം കുട്ടേട്ടൻ എന്ന് പറഞ്ഞ മാതൃഭൂമിയിലൊരു പങ്ക്തി ഉണ്ടായിരുന്നു, അത് എന്നെ ഏൽപ്പിച്ചു അത് എഴുതാൻ വേണ്ടിയിട്ട്. അത് കോഴിക്കോട് വീക്ക്ലി ആയിരുന്നപ്പോൾ കുട്ടേട്ടനായിട്ട് എഴുതിയിരുന്നത് വേറെ ആരൊക്കെയാണ്. അതായത് കുട്ടികൾക്ക് വേണ്ട ഉപദേശം കൊടുക്കുക, സാഹിത്യത്തെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ പിന്നെ അദ്ദേഹം എന്നെ കുട്ടേട്ടൻ എഴുതാൻ ഏൽപ്പിച്ചു. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികളോട് സംവദിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് എന്നൊക്കെ സാഹിത്യത്തെപ്പറ്റി ചെറിയ ചെറിയ വാചകങ്ങളിൽ എന്തെങ്കിലും പറയാം. അത് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നന്നൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം എന്തോ ഈ സങ്കീർണങ്ങളായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ രചനകളൊക്കെ വായിക്കേണ്ടി വരുമ്പോൾ ഞാനൊരു സംശയം പുള്ളിയോട് ചോദിച്ചു ഒരു വാക്കിനെ പറ്റി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പിന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വെട്ടിക്കളയണം. അതാണൊരു പ്രാഥമികമായിട്ടുള്ളൊരു പാഠം. നമുക്ക് മനസ്സിലാവാത്ത ഒന്നും നമ്മൾ വായനക്കാരനിലേക്ക് കൺവേ ചെയ്യരുത്. അതെനിക്ക് ഒരു വില പിടിച്ച പാഠം തന്നെയായിരുന്നു. നമുക്കൊരു ക്ലാരിറ്റി വേണം നമ്മളെന്താ കൊടുക്കുന്നതിനെ പറ്റി. അപ്പോൾ അത് ആണ് മൂപ്പരെ പറ്റിയുള്ളൊരു ഓർമ്മ. പക്ഷെ മൂപ്പര് അധികം നാൾ അവിടെ ഉണ്ടായില്ല, പിന്നെ മടങ്ങി കോഴിക്കോടേക്ക് പോവുകയും ചെയ്തു. കണിശക്കാരനായൊരു പത്രാധിപരായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ വീക്കിലിയുടെ? അതാണ്. അപ്പോൾ കൃഷ്ണവാര്യരെ പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് വന്ന് പോകുന്ന കഥാപാത്രമായതുകൊണ്ട് എനിക്കധികം അങ്ങനെയൊരു പുള്ളി പിന്നെ കണിശക്കാരനെന്ന് പറയാൻ അങ്ങനൊരു എനിക്ക് പറയാൻ പറ്റില്ല ശരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ ഗോവിന്ദനുണ്ണിയായിട്ടായിരുന്നു മൂപ്പരാണ് അന്ന് എല്ലാത്തിൻ്റെയും ചുമതല വയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നുകൊണ്ട് അത് മാത്രമേ പരിചയമുള്ളൂ. അല്ലാതെ കൃഷ്ണവാര്യരെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. ദിനപത്രത്തിലേക്ക് എന്നാണ്, എങ്ങനെയാണ്? ദിനപത്രത്തിലെ കോഴിക്കോട് മാതൃഭൂമി വീക്കിലി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പോൾ ആ സമയത്താണ് എന്നെ അവർ ആദ്യം ഒരു ഓഫർ ഉണ്ടായിരുന്നു, കോഴിക്കോട് വരുന്നോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോഴത്തേക്കും KC നാരായണനായി എൻ്റെ ചാർജ്. എനിക്ക് തോന്നുന്നു കൃഷ്ണവാര്യർ അപ്പോഴത്തേക്കും പോയി എന്ന് തോന്നുന്നു. അപ്പോൾ KC നാരായണനായിരുന്നു ചാർജ്. അപ്പോൾ KC നാരായണനെ ഒരുപാട് നിർബന്ധിക്കുകയൊക്കെ ചെയ്തു കോഴിക്കോട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചില്ല. പക്ഷേ എന്നാലും ഓഫീസായതുകൊണ്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നമ്മൾ പോയേ പറ്റും. പക്ഷേ ഏതായാലും അവർ ട്രാൻസ്ഫർ ചെയ്തില്ല. അതിന് പകരം പിന്നെ ഡെയിലിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് സബ് എഡിറ്ററായിട്ട് പത്രത്തിൽ ചേർന്നു. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പിന്നെ വലിയൊരു ന്യൂസ് ബ്രേക്ക് ഉണ്ടായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ആ സമയത്താണ് ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു സാധാരണ ഇത്ര ഒരു വലിയ ന്യൂസ് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഡെസ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ അതിലെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും. അന്ന് വേണുക്കുറുപ്പാണ് ടീം വർക്കൊക്കെ സ്വാഭാവികമായി. അതെ വേണുക്കുറുപ്പാണ് പിന്നെ അന്ന് ന്യൂസ് എഡിറ്റർ. അന്ന് മാതൃഭൂമി ഇറക്കിയ പത്രം വളരെ ലേഔട്ട് വൈസ് വളരെ മെച്ചപ്പെട്ട ഒരു പത്രമൊക്കെ ആയിരുന്നു. MD നാലപ്പാടാണ് അന്ന് എഡിറ്റർ. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ അന്ന് എൻ്റെ കൊളീഗ്സ് ആയിരുന്നു നമ്മുടെ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ TN ഗോപകുമാർ, പിന്നെ MG രാധാകൃഷ്ണൻ, T ശശിമോഹൻ, M ഹരികുമാർ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഡെസ്ക് ആയിരുന്നു അവിടെ. പ്രഗത്ഭരായൊരു പ്രഗത്ഭനേക്കാൾ ഉപരി ഞങ്ങൾ വളരെ സൗഹൃദവും പിന്നെ എല്ലാ വിഷയങ്ങളെപ്പറ്റിയും ചർച്ചയും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു എത്ര കാലം തിരുവനന്തപുരത്ത്? 84 തൊട്ട് 92 വരെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. തിരുവനന്തപുരം. അതെ. അവിടുന്ന് പ്രൊമോഷനായി ചീഫ് സബ് എഡിറ്ററായി ഒക്കെ ഒരു കൂടുതൽ ഉത്തരവാദിത്വം വഹിക്കുന്നതിലൊന്നും ഒരു പ്രയാസം എന്തെങ്കിലും അനുഭവപ്പെട്ടു? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്രയാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ 84 തൊട്ട് 92 വരെ ഞാൻ പിന്നെ തിരുവനന്തപുരത്തുള്ള സമയത്ത് എനിക്ക് മറ്റ്
കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ചിത്രഭൂമിക്ക് വേണ്ടി എഴുതുക, അതായത് ചില പിന്നെ അപർണ സെന്നെ പോലുള്ള വേഷികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ മാതൃഭൂമിയിൽ അങ്ങനെയായിരുന്നു. നമ്മൾ ഡെസ്കിലാണെങ്കിലും നമുക്ക് വേറെ പിന്നെ പീരിയോഡിക്കൽസിലൊക്കെ എഴുതാം, മാതൃഭൂമിയുടെ തന്നെ ആയിട്ടുള്ള മാസികകളിലൊക്കെ എഴുതാം. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീൽഡായിരുന്നു. ഇഷ്ടമുള്ളത് പോയി എഴുതുകയും ഫീച്ചർ ആണെങ്കിലും എന്തായാലും എഴുതുകയും അങ്ങനെ ഒരു രസമുള്ളൊരു പീരീഡായിരുന്നു. 92-ലാണ് ഞാൻ ചീഫ് സബായിട്ട് കോഴിക്കോട് വരുന്നത്. കോഴിക്കോട് വന്നിട്ട് അപ്പോൾ ആദ്യം സെൻട്രൽ ഡെസ്കിലായിരുന്നു, പിന്നെ ക്രമേണ ഇൻ്റർനാഷണൽ ഡെസ്കിൻ്റെ ചാർജ് എനിക്കായിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ജോലിയായിട്ട് എനിക്ക് തോന്നുന്നു. കോഴിക്കോട്ടെ അനുഭവങ്ങളൊന്നും ഓർമ്മിക്കാൻ പറ്റും? കോഴിക്കോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഓഫീസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇങ്ങനെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഏജൻസി കോപ്പികളും, പിന്നെ നമ്മൾ അത് സോർട്ട് ചെയ്ത് ആൾക്കാരെ സബ് എഡിറ്റേഴ്സിനെ കൊണ്ട് എഴുതിപ്പിക്കലും, പിന്നെ അത് രണ്ടാമത് നമ്മൾ നോക്കലും എഡിറ്റിങ്ങും അയക്കലും, ഇതൊക്കെ ആകുമ്പോൾ തന്നെ സമയം കഴിയും. എന്നുവെച്ചാൽ ടോട്ടലായിട്ട് നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ളൊരു പണിയാണ്. അതിനിടയ്ക്ക് നമുക്ക് വേറെ ഒന്നിനും സമയമില്ല. കോഴിക്കോട് ആ കാലയളവിലുണ്ടായിരുന്ന മുതിർന്ന പത്രം അന്ന് പിന്നെ രാധാകൃഷ്ണൻ നമ്പിയാണ് ഇവിടെ ന്യൂസ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളി ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ഞാൻ. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പീരീഡാണെന്ന് തന്നെ ഞാൻ പറയും. 92 തൊട്ട് ഏകദേശം അതിനിടയ്ക്ക് കുറച്ച് നാൾ എനിക്ക് എന്നെ വാരാന്ത പതിപ്പിലേക്ക് മാറ്റിയിരുന്നു. അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വാരാന്ത പതിപ്പിലേക്ക്, അതുപോലെ കുറച്ച് നാൾ ഗൃഹലക്ഷ്മിയുടെ ചുമതലയായിട്ട് മാറ്റിയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന ഒരു 2 കൊല്ലം 2.5 കൊല്ലം വരും. അത് കഴിഞ്ഞുള്ള ബാക്കി സമയം മുഴുവൻ ഞാൻ ഡെസ്കിൽ തന്നെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഡെസ്ക് അതുപോലെ തന്നെ പീരിയോഡിക്കൽസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും പണിയെടുക്കാനുള്ള ജോലിയെടുക്കാനുള്ള അവസരം കിട്ടി. അതുകൊണ്ട് ഒരു സമഗ്രമായ ഒരു എല്ലാ മേഖലയിലും വാരാന്ത പതിപ്പിലെ ഒരു എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ എന്തെങ്കിലും? വാരാന്ത പതിപ്പിൽ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ നമുക്ക് അന്ന് കുറച്ചുകൂടെ സാഹിത്യത്തിന് ഊന്നൽ കൊടുത്തിട്ടുള്ളൊരു സമയമായിരുന്നു പണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പരിസ്ഥിതിയൊക്കെ കയറ്റാനൊക്കെ നോക്കി, ചില വിഷയങ്ങളെക്കുറിച്ച് ആൾക്കാരെ കൊണ്ട് എഴുതിക്കുകയും അങ്ങനെയൊക്കെ കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങൾ. അതുപോലെ ഗൃഹലക്ഷ്മിയിൽ കുറച്ച് നാൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിനൊക്കെയുള്ള ഗൃഹലക്ഷ്മിക്കൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. ഇതെങ്ങനെ ഇറക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ വിൽക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഈ വിൽപ്പനയുടെ ഒരു മേഖല എൻ്റെ തലയിലോട്ട് കയറുന്നത്. അതായത് പണ്ടൊക്കെ നമ്മൾ എഴുതുന്നു, നമ്മൾ സാഹിത്യം എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് എഴുതുന്നു, ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ട് എഴുതണം അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് വിൽക്കും എന്നുള്ളതിനെപ്പറ്റി നമ്മളങ്ങനെ അധികം ചിന്തിക്കാറില്ല. പക്ഷേ ഈ പീരിയോഡിക്കൽസിൽ ഈ ഗൃഹലക്ഷ്മിയിലൊക്കെ വരുമ്പോഴാണ് അതാണ് ഒരു പ്രധാന ഘടകം എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം ഞാനൊരു പരീക്ഷണം നടത്തി ഒരു ചിക്കൻ സ്പെഷ്യൽ ഇറക്കി, ഒരു 10-100 ചിക്കൻ റെസിപ്പികളുള്ളൊരു കോപ്പി. അത് ഭയങ്കര സന്തോഷമായി സർക്കുലേഷൻ മാനേജർക്കൊക്കെ. അത് ഭയങ്കര പെട്ടെന്ന് പോവുകയും വലിയ സന്തോഷമൊക്കെ ആയി. അപ്പോൾ തൊട്ടടുത്ത ഇഷ്യൂ ഭക്തിയെ പറ്റിയായിരുന്നു. ഭക്തിയെ പറ്റിയുള്ള ഇഷ്യൂ വന്നപ്പോൾ അത് പോയില്ല. അപ്പോൾ MT വാസൻ തന്നെയാണ് മുമ്പ് ഈ പീരിയോഡിക്കൽസിൻ്റെ എഡിറ്റർ. മൂപ്പരുടെ അടുത്ത് പരാതിയൊന്നും ചെയ്തില്ല. അപ്പോൾ MT പറഞ്ഞൊരു വാചകം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പുള്ളി ആ ഭക്തി ഇഷ്യൂ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ ഒരു വിമൻസ് മാഗസിൻ ഇഷ്യൂ നമുക്ക് ഇറക്കാൻ പറ്റുന്നതെന്ന് സർക്കുലേഷൻകാരോട് ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കാര്യമായിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ അധ്വാനം നമ്മൾ ഏത് തരത്തിൽ ചെയ്യുന്നു, പക്ഷേ അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. കച്ചവടത്തിൻ്റെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അത് യാതൊരു പ്രയോജനമില്ലാതെ പോവുക. അപ്പോൾ കച്ചവടത്തിന് വേണ്ടത് വേറെ ചില ഘടകങ്ങളാണ്. അത് എന്ന് പറയുമ്പോൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. MT വാസുദേവൻ നായരോടൊപ്പമുള്ള ഒരു പത്രപ്രവർത്തക അനുഭവമുണ്ട്. അത് വളരെ ഞാൻ പറഞ്ഞ ഈ കമൻ്റ് ഒഴികെ മൂപ്പര് സാറിന് ഒന്നിലും ഇടപെടാറില്ലായിരുന്നു. ഗൃഹലക്ഷ്മിയുടെ എന്ത് കവറൊക്കെ നമ്മൾ സാറിന് എഡിറ്ററെ കൊണ്ട് പിന്നെ അനുവാദം വാങ്ങണം, കൊള്ളാമോ എന്നുള്ളത് മൂപ്പരൊന്നും ഇടപെടുകയില്ലായിരുന്നു. ഗൃഹലക്ഷ്മിയുടെ നല്ല മൂപ്പര് വീക്കിലിയുടെ തന്നെ എന്തെങ്കിലും എനിക്കറിയില്ല, പൊതുവേ മൂപ്പര് അങ്ങനെ ഒന്നും ഇത് ചെയ്യുന്ന ആളായിരുന്നില്ല, തീരെ സംസാരിക്കലുമില്ല. പിന്നെ ഒന്നാമത് ആദ്യം MT ഉണ്ടായിരുന്നിട്ട് പിന്നെ പോയിട്ട് രണ്ടാമത് വന്നൊരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വേറെ ഓഫീസിലുള്ളവരുമായിട്ട് പുള്ളിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അതെ, പൊതുവെ മൂപ്പരുടെ ഒരു നേച്ചറായിരുന്നു. പിന്നീട് കോഴിക്കോട്ട് നിന്നാണോ ഡൽഹിയിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിട്ട് പോകുന്നത്? അല്ല, അതിന് മുമ്പ് 94 ആയപ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് വീണ്ടും വന്നു. ന്യൂസ് എഡിറ്ററായിട്ട് തിരുവനന്തപുരത്ത് വന്നു. പ്രൊമോഷനോടെ വന്നതാണ് ന്യൂസ് എഡിറ്ററായിട്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് പിന്നെയും തുടർന്ന് കുറേ നാൾ. അതിനുശേഷം തിരിച്ച് പിന്നെ 94 കഴിഞ്ഞിട്ട് പിന്നെ 2008 വരെ തിരുവനന്തപുരത്തായിരുന്നു.
2008 അവിടെയാണ് ഞാൻ ന്യൂസ് എഡിറ്ററായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസ് എഡിറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് വേറെ ചുമതലകളായി. നമ്മുടെ എഴുത്തൊക്കെ കുറഞ്ഞു, എഴുതേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കി, സമയത്ത് പത്രം ഇറങ്ങുന്നോ നോക്കി, അങ്ങനെ പ്രൊഡക്ഷൻ കൂടെ ന്യൂസ് എഡിറ്ററുടെ ചുമതലയാണല്ലോ. പിന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, എന്തൊക്കെയാണ് എന്നൊക്കെ, സ്റ്റോറികൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ശരിക്കും ജോലിയുടെ സ്വഭാവമേ മാറി. അതോടെ ഇവിടെ എഴുത്തൊക്കെ വളരെ കുറഞ്ഞു. പക്ഷെ എന്നാലും അതൊരു നല്ല അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ലൽക്കാർ മാതൃഭൂമിയിൽ വനിതാ പത്രപ്രവർത്തകയായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഡെയിലിയിൽ ലൽക്കാർ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ. എനിക്ക് തോന്നുന്നു ഒരു അടുത്ത കാലയളവിൽ ഇത്രയും ഒരു പത്രസ്ഥാപനത്തിലെ എഡിറ്റോറിയൽ ഡെസ്കിലും അതുപോലെ റിപ്പോർട്ടിങ്ങിലും ഏറ്റവും അധികം കാലം സേവനം അനുഷ്ഠിച്ച വനിത എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വനിതകൾക്ക് ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, ന്യൂസ് എഡിറ്റർ പോലുള്ള വളരെ ഉത്തരവാദിത്തങ്ങൾ വളരെ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും എന്നുള്ള അതിൽ സംശയമൊന്നുമില്ല. വരാനിരിക്കുന്ന ഒരു വനിതകളുടെ ഒരു തലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് പറയാനുള്ള എങ്ങനെയാണ് കൂടുതൽ പത്രത്തിലെ ന്യൂസ് എഡിറ്റർ തസ്തികൾ അടക്കമുള്ള ഉന്നത തസ്തികൾ വനിതകൾക്കും വഴങ്ങുന്നതാണ് എന്നുള്ളതാണോ നൽകാൻ? തീർച്ചയായിട്ടും. അങ്ങനെ വനിതകൾക്ക് വഴങ്ങാത്തതായിട്ട് ഒരു രംഗമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യകാലത്ത് 1980 ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ഫെമിനിസ്റ്റൊക്കെ ആയിരുന്നു. സ്ത്രീ പക്ഷപാതി വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനുശേഷം ഞാൻ അല്ലാതായി. കാരണം ഇത് നമ്മൾ മുദ്രാവാക്യം വിളിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തിയോ അങ്ങനെയൊന്നും തെളിയിക്കേണ്ട കാര്യമല്ല. ഇത് നമ്മൾ ചെയ്തു തന്നെ തെളിയിക്കും. കാര്യങ്ങൾ ചെയ്തു തന്നെ തെളിയിക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു മെയിൽ ആയിട്ടുള്ളൊരു ന്യൂസ് എഡിറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഫീമെയിൽ ആയിട്ടുള്ള ന്യൂസ് എഡിറ്റർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെയ്ത് കാണിക്കുക, അല്ല നമ്മൾ പറയുകയല്ല. നമ്മൾ പറയുകയും പിന്നെ കൊട്ടിഘോഷിക്കുകയൊന്നുമല്ല, അതിൻ്റെ ആവശ്യമില്ല. അതോടുകൂടി ഞാൻ ഫെമിനിസം നിർത്തി. നമ്മൾ ചെയ്ത് ഓരോന്നും നമ്മുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല നമ്മൾ ഈ